തുലാം ലഗ്നത്തിൽ ജനിച്ചൊരു കുട്ടി. ആ കുട്ടിയുടെ 7ാം ഭാവത്ത് ചൊവ്വയാണ്. അതായത് കല്യാണത്തിൻ്റെയും ചൊവ്വയാണ്, കർമ്മത്തിൻ്റെയും ചൊവ്വയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കല്യാണം നടക്കുന്നില്ല, ജോലിയും കിട്ടുന്നില്ല. കാരണം എന്താ? ഈ ചൊവ്വ നീചാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ജോലി കിട്ടാത്തത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളൊരു കുട്ടി ജനിച്ച ശേഷം പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തയ്യാറെടുപ്പല്ലേ നല്ലത്. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ അസുര ചക്രവർത്തിയുടെ മകനാണ്. ഈ പ്രഹ്ലാദൻ നല്ലൊരു കുട്ടിയാവാൻ കാരണം എന്താണ്? ആ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി മാറ്റിക്കൊണ്ടുപോയി മഹർഷിമാരുടെ കൂടെ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വേദങ്ങളും മന്ത്രങ്ങളും ഇതൊക്കെ കേട്ട് കേട്ട് ആ കുട്ടി ഒരു നാരായണ ഭക്തരായി മാറി. ആ വംശം രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഈ അസുരനായ രാജാവിന് എങ്ങനെ ഒരു സൽപുത്രൻ ഉണ്ടായി? അതാണ് ചോദ്യം. പക്ഷെ അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഗർഭാവസ്ഥയിൽ കേൾക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് ഇപ്പോഴത്തെ മോഡേൺ സയൻസ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മേഡം. എനിക്ക് മുമ്പിൽ വരുന്ന ധാരാളം ജാതകങ്ങളിൽ ചിലരുടെ അവരുടെ ജാതകത്തിൽ പ്രശ്നമുണ്ട്. നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ബിസിനസ് ചെയ്യാനും പറ്റില്ല. എന്തുകൊണ്ടാണ് കാരണം? അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇപ്പം ഉദാഹരണമായിട്ട് തുലാം ലഗ്നത്തിൽ ജനിച്ചൊരു കുട്ടി. ആ കുട്ടിയുടെ 7ാം ഭാവത്ത് ചൊവ്വയാണ്. അതായത് കല്യാണത്തിൻ്റെയും ചൊവ്വയാണ്, കർമ്മത്തിൻ്റെയും ചൊവ്വയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കല്യാണം നടക്കുന്നില്ല, ജോലിയും കിട്ടുന്നില്ല. കാരണം എന്താ? ഈ ചൊവ്വ നീചാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ജോലി കിട്ടാത്തത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളൊരു കുട്ടി ജനിച്ച ശേഷം പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തയ്യാറെടുപ്പല്ലേ നല്ലത്. അത് ചില ആളുകൾ ഇതൊക്കെ നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും ഉണ്ടാവുന്നത്. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എല്ലാവരും വിചാരിക്കുമെന്നും കുട്ടികളുണ്ടാവില്ല. ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട, 2 ഇയേഴ്സ് വേണ്ട, 3 ഇയേഴ്സ് വേണ്ട. അത് കഴിഞ്ഞിട്ട് അവർ ശ്രമിക്കുമ്പോൾ കുട്ടികളുണ്ടാവില്ല. ഈ കുട്ടികളുണ്ടാവണമെങ്കിൽ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നിൽക്കുന്ന സമയത്താണ് കുട്ടികൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നത് നല്ല സമയത്തും നല്ല രീതിയിലും നല്ല നല്ല മനസ്സമാധാനത്തോടെയുള്ള സമയത്ത് ഉണ്ടാവണം കുട്ടികൾ. എപ്പോൾ കുട്ടി ഉണ്ടാവണമെന്നുണ്ടാകും കൺസീവ് ആകുമ്പോഴും മാതാപിതാക്കളുടെ മനസ്സെപ്പോഴും വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കണം. നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ആ സ്ഥലം, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലമൊക്കെ വളരെ പരിശുദ്ധിയുള്ളതായിരിക്കണം. എപ്പോഴും നമ്മൾ ബെഡ്റൂം വളരെ ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഇരിക്കണമെന്ന് പറയുന്നതിന് കാരണം അത് തന്നെയാണ്. നമ്മൾ അടുക്ക് ചിട്ടയിൽ അതൊരു റൂമിൽ കിടക്കുമ്പോഴും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ ജനിക്കുന്ന കുട്ടിക്കുണ്ടാവും. എനിവേ നമ്മൾ ക്യാരിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ആയി എന്നല്ല. 10 മാസവും ഈ കുഞ്ഞ് ഉത്ഭവിക്കുമ്പോൾ തുടങ്ങി കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ കഴിയുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഉദാഹരണമായിട്ട് പ്രഹ്ലാദൻ്റെ ജനനം. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ അസുര ചക്രവർത്തിയുടെ മകനാണ്. ഈ പ്രഹ്ലാദൻ നല്ലൊരു കുട്ടിയാവാൻ കാരണം എന്താണ്? ആ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി മാറ്റിക്കൊണ്ടുപോയി മഹർഷിമാരുടെ കൂടെ താമസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വേദങ്ങളും മന്ത്രങ്ങളും ഇതൊക്കെ കേട്ട് കേട്ട് ആ കുട്ടി ഒരു നാരായണ ഭക്തരായി മാറി. ആ വംശം രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഈ അസുരനായ രാജാവിന് എങ്ങനെ ഒരു സൽപുത്രൻ ഉണ്ടായി? അതാണ് ചോദ്യം. പക്ഷെ അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഗർഭാവസ്ഥയിൽ കേൾക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിവുണ്ടെന്നാണ് ഇപ്പോഴത്തെ മോഡേൺ സയൻസ് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ വേദനിപ്പിക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നല്ല നല്ല മ്യൂസിക്കുകൾ കേൾക്കുക, പുരാണങ്ങൾ വായിക്കുകയോ പുരാണങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ നല്ല നല്ല ഓരിയൻസിൻ്റെ ബുക്കുകൾ വായിക്കുക. ഇതൊക്കെ പറയുന്ന ഈ കുട്ടിയുടെ നന്മയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞ്, നമ്മളിപ്പോൾ ഏത് കുഞ്ഞായാലും അമ്മ പ്രസവിച്ച കുഞ്ഞ് തന്നെയാണ്. അവർ മോശമായി പോയാലും നല്ലതായി പോയാലും അതിൻ്റെ ഭവിഷ്യത്ത് നാടിനും വീട്ടുകാർക്കുമാണ്. ആദ്യം വീട്ടുകാർക്ക്, പിന്നെ നാടിനും ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും വീടിനും ഒക്കെ ഐശ്വര്യപരമായിട്ടുണ്ടാവണം. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ പ്രിക്കോഷൻസൊക്കെ എടുക്കുന്നത്. ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്നു ഈ സീമന്തം എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട്. അതുപോലെ ദിവസങ്ങളിൽ നമ്മൾ ഒരു ചടങ്ങൊക്കെ നടത്തുക, അതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, ഈ ഗർഭിണികൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പേടിപ്പിക്കുക എന്താണ്? ഗർഭിണികൾ ആഗ്രഹിക്കുന്നത് വാങ്ങിച്ചാൽ കുട്ടിക്ക് ചെവി പൊട്ടുന്ന പറയണത്. പക്ഷെ അതൊന്നുമല്ല,
നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കൂടി ആഗ്രഹം കൊണ്ടാണ് ഈ അമ്മമാർ ആഗ്രഹിക്കുന്നത്. ആ അമ്മമാരെ ഭർത്താവിൻ്റെ സാമീപ്യവും ഭർത്തറിൻ്റെ കുടുംബക്കാരുടെ സാമീപ്യവും എല്ലാം വളരെ സ്നേഹത്തോടും വളരെ ഐക്യത്തോടും പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞ് നമ്മുടെ രാജ്യത്തിനും നമുക്കും നല്ലൊരു ഒരു വിത്തായിട്ട് മാറും. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇന്നത്തെ ജനറേഷൻ്റെ മാതിരി എനിക്ക് അപ്പം വേണ്ട എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എപ്പോഴാണോ ഭഗവാൻ നിശ്ചയിക്കുന്നത്, എപ്പോഴാണ് ചന്ദ്രനും ചൊവ്വയും നേരെ വരുന്നത്, ആ സമയത്താണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, അത് ആ കുഞ്ഞ് ആരാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ കുട്ടിയാണ് അടുത്ത ജനറേഷൻ്റെ ഒരു 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 കാൽവയ്പ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതാവും. പിന്നെ അത് മാത്രമല്ല, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾ പഴയ കാലത്തൊക്കെ താക്കോലൊക്കെ കൊടുക്കും, ഇരുമ്പൊക്കെ കൊടുക്കുമായിരുന്നു കയ്യിൽ. എന്തിനാ? നമ്മൾ പെട്ടെന്ന് പേടിക്കാതിരിക്കാൻ. ഈ നെഗറ്റീവ് എനർജി പെട്ടെന്ന് കയറുന്നത്, അതായത് ഋതുമതിയായ സ്ത്രീകളിലും മുലയൂട്ടുന്ന അമ്മമാരും ഗർഭാവസ്ഥയിലുള്ളവരിലാണ് പെട്ടെന്ന് നെഗറ്റീവ് എനർജി കയറുന്നത്. അത് കയറാതിരിക്കാനായിട്ട് ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കൈ കൊടുക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുതിരലാടത്തിൻ്റെ മോതിരം കാലിലോ കയ്യിലോ അണിയും. എന്തിനാ? ഇത് ഏക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പഴയ കാലത്തൊക്കെ ഒരു ഇരുമ്പിൻ്റെ സാധനം കൊടുക്കും. പിന്നെ നമ്മുടെ ചില സമുദായങ്ങളിൽ ദേവീ മഹാത്മ്യം കയ്യിൽ വയ്ക്കാൻ പറയും. കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ആ റൂമിൽ ദേവീ മഹാത്മ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ എത്തില്ല. കാരണം അത് ഒരു നമ്പൂതിരി കയ്യിൽ ദേവീ മഹാത്മ്യം പോയപ്പോൾ യക്ഷി, ഒരു കഥയാണതൊക്കെ, യക്ഷി പോലും ആ ബുക്ക് താഴെ വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും മഹത്വമാണ് ദേവീ മഹാത്മ്യം. ദേവീ മഹാത്മ്യത്തിലുള്ള മഹത്വമൊന്നും സാധാരണ എല്ലാ ബുക്കുകളിലും ഉണ്ടാവില്ല. ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഉണ്ടെങ്കിലും ദേവീ മഹാത്മ്യമാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്നത്. അപ്പം ഇങ്ങനെ അതുപോലെ ബൈബിള്, അപ്പോൾ ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ ബൈബിൾ കയ്യിൽ വയ്ക്കാൻ പറയും. മറ്റുള്ള മുസ്ലിം സമുദായമാണെങ്കിൽ ഖുറാൻ കയ്യിൽ വയ്ക്കാം. ഇതൊക്കെ മഹത് ഗ്രന്ഥങ്ങളാണ്. ഈ മഹത് ഗ്രന്ഥങ്ങൾ കയ്യിൽ വയ്ക്കുമ്പോൾ ഈ വയറ്റിലുള്ള കുഞ്ഞിനും ഈ അമ്മയ്ക്കും ഒരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ നടക്കരുത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പ്രഗ്നൻ്റായ സ്ത്രീകൾ രാത്രിയാണ് നടക്കുന്നത്. രാത്രി നടന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാവും. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുർമരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ പുഴയുടെ കഴിയപ്പോയിരിക്കും അവിടെ ദുർമരണങ്ങൾ ഉണ്ടായിരിക്കാം. കറിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്. അപ്പോൾ ഈ എനർജി പെട്ടെന്ന് ഇതിലേക്ക് ഗ്രാസ്പ് ചെയ്യും. ഈ പ്രഗ്നൻ്റായ ലേഡീസിനും മുലയൂട്ടുന്ന അമ്മമാരിലും അതുപോലെ ഋതുമതികളായ സ്ത്രീകളിലൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. കാരണം പെട്ടെന്ന് ഞെട്ടിയാൽ മതി, അപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോകണമെങ്കിൽ കുഴപ്പമില്ല, പോകുമ്പോൾ പ്രൊട്ടക്ഷൻ വേണം. ഒന്നുകിൽ ദേവീ മഹാത്മ്യം വയ്ക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ വയ്ക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പേടി ഭയമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊക്കെ പേടിയില്ലാത്ത നമ്മുടെ അമ്മമാരങ്ങനെ ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും. അതുപോലെ ഞങ്ങൾക്കും തന്നിട്ടുണ്ട്, താക്കോലൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ താക്കോൽ എന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്. അന്നത്തെ താക്കോൽ പോലെയല്ല. ഇന്ന് നമ്പർ ലോക്ക് വരെ ഉണ്ട്, അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രഗ്നൻ്റ് ആയവർക്ക് നല്ലത്. അതുപോലെ 7-ാം മാസത്തിൽ ഭജനയിരിക്കുന്ന സമ്പ്രദായമുണ്ട്. ക്ഷേത്രത്തിൽ പോയി നെയ്യ് സേവിക്കുക, ഭജനയിരിക്കുക. ക്ഷേത്ര ദർശനം നല്ലതാണ്. ഇപ്പോൾ 3 മാസം കഴിഞ്ഞാൽ 7 മാസം വരെ ക്ഷേത്ര ദർശനം എപ്പോഴും നല്ലതാണ്. 7 മാസം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് ചാൻസസ് കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അശുദ്ധമാവുന്ന സങ്കല്പമാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ആവുന്നവരെ നമ്മൾ നാമം ജപിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമ ശിവായ ജപിച്ചാൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത്ര നല്ലതാണ്. അത്രത്തോളം മഹത്വമായ നാമമാണ് ഓം നമോ നാരായണായ, ഓം നമ ശിവായ. അതേപോലെ തന്നെ നല്ല നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, രാമായണത്തിലെ ബാലകാണ്ഡം വായിക്കുക. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നല്ലൊരു കുഞ്ഞിനെ നമുക്ക് ജനനം നൽകാൻ പറ്റും. ആ കുഞ്ഞ് നമുക്കും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒരു ഒരു അസറ്റായിട്ട്, അസറ്റായിട്ട് ഒരു ആസ്തിയായിട്ടിരിക്കും. നമ്മൾ എപ്പോഴും പോസിറ്റീവായി, അമ്മമാരെപ്പോഴും പോസിറ്റീവായിരിക്കും. അമ്മമാർക്ക് സപ്പോർട്ടായിട്ട് അച്ഛന്മാരെപ്പോഴും പോസിറ്റീവായി സംസാരിക്കും. കുടുംബാംഗങ്ങളെല്ലാം അവരോട് നന്നായി പെരുമാറുകയും അങ്ങനെയുള്ള കുട്ടികൾ ഭാവി വാഗ്ദാനമായിട്ട് മാറുന്നു. രാജ്യത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഒരു ഭാവി വാഗ്ദാനമായിട്ട് വരുന്നു. നിസ്വാർത്ഥരായിരിക്കുന്നു, സ്വാർത്ഥത ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ദൈവികമായിട്ട് ഏതൊരായ രീതിയിലായാലും ദൈവികതയിൽ വളർത്തുന്ന അത് ഗർഭാവസ്ഥയിൽ ദൈവികതയുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ രാജ്യത്തിനും വീട്ടിനും എല്ലാവർക്കും വളരെ ഭാവി വാഗ്ദാനങ്ങളായി മാറുന്നു. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്.